ദില്ലി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഡോക്ടർ ഷഹീനെ ഇന്ന് ലക്നൌവിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. 5 ഇടങ്ങളിൽ തെളിവെടുപ്പ് നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലക്നൌവിൽ മാത്രമല്ല ജമ്മു കാശ്മീരിലും അടക്കം തെളിവെടുപ്പ് നടത്തുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. റഷീദ്, അതായത് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇതിലെ ഗൂഢാലോചന ഒപ്പം വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ എങ്ങനെയാണ് വിവരങ്ങൾ? ദില്ലി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ അറസ്റ്റിലായിട്ടുള്ള ഡോക്ടർ ഷഹീൻ, മുസമ്മിൽ അടക്കമുള്ളവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലും പരിശോധനയുമാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തും പ്രധാനമായും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഫരീദാബാദ് സംഘത്തിൽ കൂടുതൽ ഡോക്ടർമാരടക്കം ഉൾപ്പെട്ടിരുന്നു എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് ഇപ്പോൾ NIA എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിവിധ മേഖലകളിലേക്ക്, പ്രത്യേകിച്ചും ലക്നൗ, ജമ്മു കാശ്മീർ അടക്കമുള്ള മേഖലകളിലേക്ക് ഡോക്ടർ ഷഹീനെയും മുസമ്മിലെ അടക്കമുള്ള ആളുകളെ എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്താനുള്ള ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഇന്ന് ഷഹീനെ അടക്കമുള്ള ആളുകളെ പ്രത്യേക വാഹനങ്ങളിലൊക്കെ തന്നെയും കൊണ്ടുപോയി ഈ മേഖലകളിൽ തെളിവെടുപ്പ് നടത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷഹീനുമായി മുസമ്മിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെയൊക്കെ തന്നെയും ഈ മേഖലയിൽ എത്തിക്കുകയും ചോദ്യം ചെയ്യലുകൾ നടത്തുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അന്വേഷണ ഏജൻസിയും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ലക്നൌവിന് ശേഷം ജമ്മു കാശ്മീരിലെ പുൽവാമ അടക്കമുള്ള മേഖലകളിൽ ഈ പ്രതികളെ എത്തിക്കുകയും പിന്നീട് അന്വേഷണ സംഘം കൃത്യമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തുമെന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം മറ്റു ഭീകര സംഘടനകളുമായി, പ്രത്യേകിച്ചും അൽ-ഖ്വയ്ദ, ISIS തുടങ്ങിയിട്ടുള്ള ഭീകര സംഘടനകളുമായും ഡോക്ടർ മുസമ്മിലും അതോടൊപ്പം തന്നെ ഉമർ അടക്കമുള്ള ആളുകൾ ബന്ധപ്പെട്ടിരുന്നു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തൊക്കെ സഹായങ്ങളാണ് മറ്റു ഭീകര സംഘടനകളിൽ നിന്ന് ഈ പ്രതികൾക്ക് ലഭ്യമായിട്ടുള്ളതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് വരും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കേസിൽ 25-ലധികം പേരാണ് നിലവിൽ NIA-യുടെ കസ്റ്റഡിയിലുള്ളത്. ഇവരെയൊക്കെ തന്നെയും ചോദ്യം ചെയ്യുകയും വിവിധ മേഖലകളിൽ എത്തിക്കൊണ്ട് തെളിവെടുപ്പ് അടക്കം നടത്തുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഷഹീൻ, മുസമ്മിൽ എന്നിവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട തെളിവെടുപ്പുകളായിരിക്കും വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. ഈ ബോംബ് നിർമ്മാണം, അതോടൊപ്പം തന്നെ ഗൂഢാലോചന നടത്തിയിട്ടുള്ള കേന്ദ്രങ്ങൾ, അതോടൊപ്പം കാറുകൾ വാങ്ങിയിട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെയും ശേഖരിക്കും. സ്ഫോടക വസ്തുക്കൾ വാങ്ങിയ അതോടൊപ്പം തന്നെ ശേഖരിച്ചതടക്കമുള്ള മേഖലകളിൽ കൊണ്ടെത്തിക്കുകയും ഇവിടെയൊക്കെ തന്നെയും വെച്ച് തെളിവെടുപ്പുകൾ എടുക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്.